ലൈംഗിക അതിക്രമ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പരാതിക്കാരി. വേണ്ട തെളിവ് സഹിതം വിസ്തരിച്ചാണ് മൊഴി നൽകിയതെന്നും പരാതിക്കാരി പറഞ്ഞു. ഇപ്പോഴും അതേപോലെ ഒരു മാറ്റമില്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആർജവം എനിക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന ഏതെങ്കിലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാതിയുമായി മുന്നോട്ട് വന്നാൽ ഏത് പ്രമുഖനായാലും അവർക്കെതിരെ ഞങ്ങൾ ആക്ഷൻ എടുക്കും എന്നൊരു ആർജവത്തിലാണ് ഞാൻ ഇത്രയും ബോൾഡായിട്ട് ഞാൻ ഈ പരാതിയുമായി ഞാൻ ഇറങ്ങിയത്. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും, കേസിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ മുഖ്യമന്ത്രിയോട് നന്ദി പറയുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഊർജ്ജസ്വലരായ ഈ അംഗങ്ങളെ ഏർപ്പാടാക്കി തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അറസ്റ്റ് അതിൻ്റെ കാര്യം വെച്ചാൽ നമ്മൾ ആരായാലും കോടതിയിൽ നമ്മളൊരു മുൻകൂർ ജാമ്യത്തിന് കൊടുത്താൽ അത് കോടതി പരിഗണിക്കും. കുറച്ച് ദിവസത്തേക്ക് ഒരു ടെമ്പററി സ്റ്റേ കൊടുക്കുന്നതാണ്, അതുപോലെയുള്ളൂ. അതുകൊണ്ട് എന്നിൻ്റെ അർത്ഥം നമുക്ക് നീതി കിട്ടത്തില്ല എന്നല്ല. തീർച്ചയായിട്ടും എനിക്ക് സർക്കാരിൽ ഒരുപാട് വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയും സർക്കാരും നിഷ്പക്ഷമായിട്ടുള്ള ഒരു നിലപാടെടുക്കുമെന്ന് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. അതെ അതെ, മുകേഷ് മാത്രമാണ്. പലതും അത് ഇനി എന്നോടൊന്നും ചോദിക്കരുത്, കാരണം ഇപ്പൊ കേസെടുത്തല്ലോ. ഇനി എനിക്ക് ഒന്നും പറയുന്നു, ഇനി എന്തെങ്കിലും പറഞ്ഞാണല്ലോ അത് കേസിനെ ബാധിക്കും. അപ്പൊ ഇനി തൊട്ട് എല്ലാം നിയമത്തിന്റെ കയ്യിലാണ്. ഓക്കെ. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, ഇപ്പോൾ ഈ പരാതിക്കാരി 7 പരാതികളാണ് നൽകിയിരുന്നത്. അതിൽ ഒരു പരാതി, മുകേഷിനെതിരായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് പരാതിക്കാരെ തന്നെ പറയുകയും ചെയ്തു. നിലവിൽ ഒപ്പം തന്നെ പരാതിക്കാരി ഊന്നിപ്പറയുന്നത് സർക്കാർ നൽകിയ കരുത്തിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോയത്. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ മൊഴിയെടുക്കൽ എങ്ങനെയാണ് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പരാതിക്കാരി പറഞ്ഞോ, മറ്റ് വിവരങ്ങൾ ഇതുമായി കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? സിജു, അത് പ്രത്യേക അന്വേഷണ സംഘമാണ് അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ മുകേഷിനെതിരായ പരാതി, അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിലാണ് ഈ നടിയുടെ രഹസ്യമൊഴി, പരാതിക്കാരിയായ നടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഇന്ന് രാവിലെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ പെട്ട ഈ കേസ്, മുകേഷിനെതിരായ കേസ് അന്വേഷിക്കുന്ന ചേർത്തല ഡിവൈഎസ്പി KV ബെന്നി, ഒപ്പം ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന AIG പൂങ്കുഴലി, ഈ രണ്ടുപേരും ഈ നടിയുടെ വീട്ടിലെത്തി നേരിട്ട് കണ്ട് കൂടുതൽ മൊഴിയെടുത്തിരുന്നു. ഇതേ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം 3:30 എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് 8ാം കോടതി, ആ കോടതി മുമ്പാകെയാണ് ഇന്ന് ഈ പരാതിക്കാരിയെ ഹാജരാക്കിയത്. അതിനുശേഷം മജിസ്ട്രേറ്റ് ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. ഏതാണ്ട് 2.5 മണിക്കൂറോളം ഈ രഹസ്യമൊഴിയെടുപ്പ് നീണ്ടു. 6 മണിയോടെയാണ് മൊഴിയെടുപ്പ് പൂർത്തിയാക്കി നടി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അല്പം മുമ്പ് നമ്മൾ കേട്ടു, ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രി നേരത്തെ തന്നെ തങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു, ഏത് ഉന്നതനായാലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകും, അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് വരിക എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പരാതിയുമായി മുന്നോട്ട് പോയത്. ഇന്നിപ്പോൾ മുകേഷിനെതിരായ പരാതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. മറ്റ് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കരുത്, കാരണം ഈ കേസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രത്യേക അന്വേഷണ സംഘം മറ്റ് 6 പേർക്കെതിരായ കേസിൽ അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ നടി ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്നും മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം തന്റെ കൈവശമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നടി പറയുകയും ചെയ്തിരുന്നു. അക്കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ. അതെ, അങ്ങനെ തന്നെയാണ് അവർ പറയുന്നത്. തെളിവ് സഹിതം വളരെ വിശദമായ മൊഴിയാണ് മജിസ്ട്രേറ്റിന് നൽകിയത് എന്നാണ് അവർ പറയുന്നത്. നേരത്തെ പോലീസിന് മൊഴി നൽകിയപ്പോഴും അവർ അക്കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണെങ്കിലും അത് തെളിയിക്കാൻ കഴിയും, അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളടക്കം തന്റെ കൈവശമുണ്ട് എന്നൊരു ആത്മവിശ്വാസം അന്ന് ഈ പരാതിക്കാരി പ്രകടിപ്പിച്ചിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള പ്രതികരണം തന്നെയാണ് ഇന്നും നടത്തിയിട്ടുള്ളത്. തെളിവ് സഹിതം വളരെ വിശദമായ മൊഴി മജിസ്ട്രേറ്റിന് താൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഉമേഷ്, ഇന്ന് മുകേഷ് അവിടെ കൊച്ചിയിൽ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തല്ലോ. ഈ മുകേഷും ഈ നടിക്കെതിരെ, നടി ബ്ലാക്ക് മെയിലിംഗ് നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തു. ഇന്ന് അഭിഭാഷകനുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിയമ നടപടികളുമായി മുകേഷ് മുന്നോട്ട് തന്നെയാണ്. തീർച്ചയായും സിജു, കാരണം അദ്ദേഹവും നിയമ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുക തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ വന്നിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കവേ
ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് ഇതൊരു വ്യാജ പരാതിയാണ്, ബ്ലാക്ക് മെയിലിംഗ് ആണ് ഈ പരാതിക്കാരിയുടെ ഉദ്ദേശം, അതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ തന്റെ കൈവശമുണ്ട്, അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് എന്ന കാര്യം മുകേഷിന് വേണ്ടി അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.